ഇന്നെൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് 7 വർഷമായി. വർഷങ്ങൾ എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 7 വർഷത്തിൽ ഒരു ദിവസമെങ്കിലും അച്ഛനെക്കുറിച്ച് ഓർക്കാതെ കടന്നുപോയി. അച്ഛൻ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. എന്ത് കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ അച്ഛനോട് അഭിപ്രായം ചോദിക്കും. ഏറ്റവും കുറഞ്ഞൊരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കണം, എന്ത് തോരൻ ഉണ്ടാക്കണം എന്ന് വരെ അഭിപ്രായം ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം ഉണ്ടാവും. അത്രമേൽ അച്ഛൻ ഞങ്ങളിൽ വേര് പടർത്തിയിരുന്നു. അച്ഛൻ ഞങ്ങൾക്കൊരിക്കലും ഒരു കർക്കശക്കാരനായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ ഇരുന്ന് പൊട്ടിച്ചിരിച്ച് ആർത്താർത്താർത്താർത്ത് ചിരിച്ച് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരനായിരുന്നു. എവിടെയോ വായിച്ച് കേട്ടിട്ടുണ്ട്, അച്ഛനില്ലാതാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനാഥരാവുക എന്നാണെന്ന്. അച്ഛനില്ലാതായതിനു ശേഷം അത് പലതവണ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ പോയതിനു ശേഷം എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓടിച്ചെന്ന് അച്ഛനോട് പറയാൻ അച്ഛനില്ലല്ലോ ആ വീട്ടിലെന്നുള്ള സങ്കടം. എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ എന്നെ സഹായിക്കാനോ എന്നെ ഒന്ന് കേൾക്കാനോ എൻ്റെ അച്ഛനില്ലാതായിപ്പോയല്ലോ എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻറ്റ്, അതൊക്കെ ഭയങ്കര ഹാർഡാണ് നമുക്ക്. അച്ഛൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് അച്ഛന് കൊടുക്കാതെ നിഷേധിച്ച ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു എനിക്ക്. ആ സമയത്തെ ഓർത്ത് പിന്നീട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മുടെ അച്ഛൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും ഞാൻ ബിബിയോട് പറയുമായിരുന്നു, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു, അച്ഛനുണ്ടായിരുന്നെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കായിരുന്നു എന്ന്. ആളുകൾ പറയും കാലം വായിക്കാത്ത മുറിവുകളില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ പെയിനും നമ്മുടെ വിഷമങ്ങളും ഒന്നും ഹീലാവില്ല, എല്ലാം അവിടെ ഉണ്ടാവും. അതിലൂടെ ജീവിക്കാൻ വേണ്ടി കാലം നമ്മളെ പഠിപ്പിക്കും. അല്ലാതെ നമ്മുടെ പെയിൻ ഒരിക്കലും വിട്ടു പോവില്ല അവരും.